കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന പുലമൺ തോടിൻ്റെ കരയിലാണ്. കരയിൽ എന്ന് പറയുമ്പോൾ അതിന് നടുക്ക് തന്നെയാണ്, തോടിന് നടുക്കാനാണ്. ഇവിടെ ശരിക്കും ഈ സൈഡൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ ഈ തോടിനകത്താണ് ഈ ഹിറ്റാച്ചി ഇപ്പം മറിഞ്ഞിരിക്കുന്നത്. ഇതൊരെണ്ണം ഇവിടെ മറിഞ്ഞിട്ടുണ്ട്, ഈ ഹിറ്റാച്ചിയും അതുപോലെ തന്നെ അപ്പുറത്തും ഒരു ഹിറ്റാച്ചി ഉണ്ട്. അങ്ങനെ രണ്ടെണ്ണം മറിഞ്ഞിട്ടുണ്ട്. ക്രെയിൻ കൊണ്ടുവന്ന് ഈ ഹിറ്റാച്ചി കരയ്ക്ക് കയറ്റാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിയെങ്കിലും സമീപ പ്രദേശത്തുള്ള വസ്തുക്കളുടെ ഉടമസ്ഥർ അനുവദിച്ചെങ്കിൽ മാത്രമേ മറ്റ് സ്ഥലത്തൂടെ ക്രെയിൻ കൊണ്ടുവന്ന് ഈ കാട് പിടിച്ച സ്ഥലം, ശരിക്കും കാട് പിടിച്ചിരിക്കുന്ന ഈ പുലമൺ തോടിൻ്റെ ക്ലീൻ ചെയ്തുകൊണ്ട് ഒഴുക്ക് സുഖപ്രദമാക്കി, ഒഴുക്ക് മഴവെള്ളം വരുമ്പോഴത്തേന് ഒഴുകാൻ വേണ്ടിയുള്ള അങ്ങനെ സജ്ജീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്, ഇടയിലാണ് ഇപ്പോൾ ഹിറ്റാച്ചി രണ്ടും മറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇവർ ഹിറ്റാച്ചി കയറ്റാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അത് പിന്നെ ഈ വണ്ടി നിങ്ങളുടെയാണല്ലോ, എങ്ങനെയാണ് ഇത് കയറ്റാൻ കഴിയുന്നതെന്നാണ് അറിയുന്നത്? ഇത് നമ്മളിപ്പം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റേ വണ്ടി കംപ്ലൈൻ്റ് ആണ്. വണ്ടി പോയപ്പോൾ താഴ്ന്നു പോയി, മണ്ണ് മാറ്റാൻ വന്നതാ, താഴ്ന്നു പോയി. അപ്പോൾ പകരം അത് എടുക്കയ്ക്ക് വേണ്ടി ഈ വണ്ടി കൊണ്ടുവന്ന് ഇതും ഇന്ന വണ്ടിയും താഴ്ന്നു പോയി. ഇനിയിപ്പോൾ എടുക്കയ്ക്ക് വേറെ വണ്ടി വിളിച്ചിട്ടുണ്ട്, ഇനി എടുക്കും. വലിയ ക്രെയിൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടായി കിടന്നില്ലെങ്കിൽ വെള്ളം ഏറി ഇത് വണ്ടി ഓഫായി പോകും, അതുകൊണ്ട് സ്റ്റാർട്ടായിട്ടിരിക്കുക. വേറൊരു ക്രെയിൻ കൊണ്ടുവന്ന ക്രെയിൻ അത് വെച്ച് ഇത് വലിച്ചു കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. രണ്ട് ഹിറ്റാച്ചിയാണ് ഇപ്പോൾ ഇതിനകത്ത് പുതഞ്ഞിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് വെച്ച് കോൺട്രാക്റ്റ് എടുത്ത് ചെയ്യുന്ന വർക്കാണ്. വർക്കിൻ്റെ ഇതിൽ ഹിറ്റാച്ചി ഇറക്കി കാട് തെളിച്ച് വരുന്ന സമയത്ത് തോട്ടിൽ ഒരു വാഹനം പൊതയുകയും അത് പിടിച്ചു കയറ്റാൻ വേണ്ടി അടുത്ത വാഹനം ഇറക്കി ചെല്ലുമ്പോൾ അതും പൊതയുകയാണ് ചെയ്തത്. അപ്പം അടുത്തുള്ള MC റോഡിൽ നിന്നും ഒരു വാഹനം ഇത് പിടിച്ചു കയറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. അടുത്തുള്ള പുരയിടങ്ങൾ ഗേറ്റുകൾ തുറന്നു കൊടുത്ത് പുരയിടത്തേക്കൂടെ വന്ന് മാത്രമേ ഇത് പിടിച്ചു കയറ്റാൻ പറ്റുള്ളൂ. സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ 1-2 പുരയിടക്കാരെ ഇപ്പം ഞാൻ വിളിച്ച് ബന്ധപ്പെടുകയും ഒരു പുരയിടക്കാർ വന്ന് ഗേറ്റ് തുറക്കുകയും അതിലേക്കൂടെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. അടുത്ത പുരയിടക്കാരെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അവർ മരുമോൻ്റെ വസ്തു, ഒരാളെ വിളിച്ചപ്പോൾ പറഞ്ഞു മരുമോൻ്റെ വസ്തുവാണെന്ന് പറഞ്ഞു. മരുമോൻ്റെ നമ്പർ തന്നു. മരുമോനെ വിളിച്ചു. മരുമോൻ അടൂരാണ്. അവിടുന്ന് പറയും യാതൊരു പെർമിറ്റോ യാതൊരു വിധമായ ഇതോ ഇല്ലാതെ തോട് പുറമ്പോക്കിൽ ഒരു അപകടം, തോട്ടിൽ വണ്ടികൾ വീണാൽ തോടിൻ്റെ പുറമ്പോക്ക് കെട്ടിയടച്ച് കണ്ടില്ലേ, മുരളീസ് മെഡിക്കൽ സെൻറ്റർ എന്നുള്ള ബോർഡുകളാണ് വെച്ചിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെയോ യാതൊരു വിധമായ പെർമിഷനോ ഈ വെച്ചിരിക്കുന്ന ബോർഡുകൾക്കില്ല. അടിയന്തരമായി ഒരു വാഹനം യാതൊരു ആനുകൂല്യങ്ങളോ ഇല്ല. അണെച്ചാൽ ഞാൻ മൈലം ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണ്. ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് ഞാനീ പറയുന്നത്. യാതൊരു വിധമായ പെർമിഷനോ യാതൊരു വിധ ഇല്ലാതെ ഈ തോടിൻ്റെ പുറമ്പോക്കിട്ട് ബാലൻസ് ഉള്ള സ്ഥലത്ത് ഒരു എമർജൻസി ഒരു വാഹനം പോലും വന്ന് ഈ തോട്ടിൽ മറിഞ്ഞാൽ, എന്നാൽ മറിയാതിരിക്കട്ടെ, ഇപ്പോൾ ഒരു 6 അടിയോളം എല്ലാ വാഹനങ്ങളും തോട്ടിൽ പുതഞ്ഞിരിക്കുകയാണ്. 2 വാഹനമുണ്ട്. 2 ഇറ്റാച്ചിയാണ് ഇതിനകത്തുള്ളത്. ഈ ക്രെയിൻ കൊണ്ടുവന്നാൽ ഇത് കയറ്റാൻ പറ്റില്ല. വലിയ ക്രെയിൻ തന്നെ കൊണ്ടുവന്നാൽ മാത്രമേ ഇത് കയറ്റാൻ. ഇവർ ഈ ക്രെയിൻ വെച്ച് നോക്കി, പക്ഷേ ഈ ക്രെയിൻ വെച്ച് നോക്കിയാൽ റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ട് മെയിൻ റോഡ് ബ്ലോക്ക് ആക്കിയാൽ പോലും മണിക്കൂറുകളോളം റോഡുകൾ ബ്ലോക്ക് ആക്കിയാൽ മാത്രമേ ഈ വഴി വലിച്ചു കയറ്റാൻ പറ്റുള്ളൂ, മെയിൻ റോഡിലോട്ട് വലിച്ചു കയറ്റാൻ പറ്റൂ. മൈലം ഗ്രാമപഞ്ചായത്തിൻ്റെ തോടുപുറം പോക്കി കൂടെ ഈ വാഹനം കയറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധമായ കാര്യങ്ങളും നാട്ടുകാർ കൂടി മെമ്പറും ഞങ്ങളായി എല്ലാവരും സഹകരിച്ച് കയറ്റി കൊടുക്കും. അതിനുവേണ്ടി സഹായം ചെയ്യും. നല്ല രീതി 12 എണ്ണ വണ്ടി നല്ല വെയിറ്റ് ഉണ്ടായതുകൊണ്ട് പാടാ. ഞാൻ നല്ല വണ്ടി കൊണ്ടാ തൂക്കിയത്. നല്ല രീതി താന്നിരിക്കുന്നുണ്ടാ ഭയങ്കര പാടാ. ചേറിനകത്ത് താന്നു പോയിരിക്കുക. അടുത്ത ഇനിയിപ്പോൾ അപ്പുറത്ത് കിടക്കുന്ന വണ്ടി കൊണ്ട് നോക്കാം, അല്ലെങ്കിൽ ഇതിന് വലിയ വണ്ടി കൊണ്ട് വന്നെങ്കിലേ ഒക്കത്തുള്ളൂ. പണ്ട് ഭയങ്കര കുഴിയായിരുന്നു, ഇവിടെ ഒരാലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വെള്ളം വരുമ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഈ കുഴി അതൊന്നും ഞാൻ കണ്ടില്ല, ഞാൻ ഇപ്പം വന്നതേ ഉള്ളൂ. പണ്ട് ഇത് ആനക്കുഴിയാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതേ ഉള്ളൂ എനിക്കറിയാവുന്നത്.